ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ത്രയോദശോധ്യായം. ഇതിൽ ആ ധ്രുവവംശം വർണ്ണിക്കുന്നു. അങ്കൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. സൂത ഉവാച നിശമ്യ കൗശാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠ പദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യധോക്ഷജേ പ്രഷ്ടും പുനസ്തം വിദുരപ്രചക്രമേ. നിശമ്യ കൗശാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യധോക്ഷജേ പ്രഷ്ടും പുനസ്തം വിദുരപ്രചക്രമേ. മൈത്രേയനാൽ അങ്ങനെ വിസ്തരിക്കപ്പെട്ട ആ ധ്രുവൻ്റെ ആ വിഷ്ണുപദത്തിലേക്കുള്ള ആ ആരോഹണ ചരിത്രം കേട്ടിട്ട് ആ വിദുരൻ ആ ഭഗവാനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിലെ ആ ഭക്ത്യുത്കർഷം പ്രാപിച്ചിട്ട് അദ്ദേഹത്തോട് പിന്നെയും വീണ്ടും ചോദിപ്പാൻ തുടങ്ങി മൈത്രേയനോട്. അപ്പോൾ നിശമ്യ കൗശാരവിണോപവർണിതം, കൗശാരവിണൻ എന്ന് പറഞ്ഞാൽ മൈത്രേയനാൽ ഉപവർണിതം വർണ്ണിക്കപ്പെട്ട ആ ധ്രുവൻ്റെ ആ വൈകുണ്ഠ വിഷ്ണുപദത്തിലേക്കുള്ള വൈകുണ്ഠപദാധിരോഹണം, വൈകുണ്ഠപദത്തിലേക്കുള്ള ആരോഹണ ചരിത്രം നിശമ്യ കേട്ടിട്ട് വിദുരൻ ആ ഭഗവാനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിൽ പ്രരൂഢഭാവം ഭക്തിയുത്കർഷം പ്രാപിച്ചിട്ട് ഭഗവത്യധോക്ഷജേ പ്രഷ്ടും വീണ്ടും ചോദിപ്പാൻ തുടങ്ങി. പുനസ്തം വീണ്ടും ചോദിപ്പാൻ തുടങ്ങി. വിദുര ആ വിദുരനോട് പ്രചക്രമേ ചോദിപ്പാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിശമ്യ കൗശാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യധോക്ഷജേ പ്രഷ്ടും പുനസ്തം വിദുരപ്രചക്രമേ. അതിലത്തെ ആ പദങ്ങൾ കൗശാരവിണ മൈത്രേയനാൽ, ഉപവർണിതം വിസ്തരിക്കപ്പെട്ട, ധ്രുവസ്യ ആ ധ്രുവൻ്റെ വൈകുണ്ഠപദാധിരോഹണം ആ വിഷ്ണുപദത്തിലേക്കുള്ള ആ ആരോഹണ ചരിത്രം നിശമ്യ കേട്ടിട്ട് വിദുരൻ ഭഗവതി ആ ഭഗവാനായ അധോക്ഷജേ ആ മഹാവിഷ്ണുവിൽ പ്രരൂഢഭാവ ആ ഭക്തിയുത്കർഷം പ്രാപിച്ച് തം അദ്ദേഹത്തോട് പുനഃ പിന്നെയും മൈത്രേയനോട് പിന്നെയും വീണ്ടും പ്രഷ്ടും ചോദിപ്പാൻ പ്രചക്രമേ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി പറയാം. കൗശാരവിണ മൈത്രേയനാൽ ഉപവർണിതം വിസ്തരിക്കപ്പെട്ട ധ്രുവസ്യ ധ്രുവൻ്റെ വൈകുണ്ഠപദാധിരോഹണം വിഷ്ണുപദത്തിലേക്കുള്ള ആരോഹണ ചരിത്രം നിശമ്യ കേട്ടിട്ട് വിദുരൻ ഭഗവതി ഭഗവാനായ അധോക്ഷജേ മഹാവിഷ്ണുവിൽ പ്രരൂഢഭാവം ഭക്തിയുത്കർഷം പ്രാപിച്ച് തം അദ്ദേഹത്തോട് പുനഃ പിന്നെയും വീണ്ടും പ്രഷ്ടും ചോദിപ്പാൻ പ്രചക്രമേ തുടങ്ങി. അതുപോലത്തെ അന്വയം വന്നിട്ട് കൗശാരവിണ ഉപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം നിശമ്യ വിദുര ഭഗവതി അധോക്ഷജേ പ്രരൂഢഭാവ തം പുനഃ പ്രഷ്ടും പ്രചക്രമേ. ഒന്നും കൂടി പറയാം. കൗശാരവിണ ഉപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം നിശമ്യ വിദുര ഭഗവതി അധോക്ഷജേ പ്രരൂഢഭാവ തം പുനഃ പ്രഷ്ടും പ്രചക്രമേ. മൈത്രേയനാൽ ആ വിസ്തരിക്കപ്പെട്ട ആ ധ്രുവൻ്റെ ആ വിഷ്ണുപദത്തിലേക്കുള്ള ആരോഹണ ചരിത്രം കേട്ടിട്ട് വിദുരൻ ഭഗവാനായിരിക്കുന്ന മഹാവിഷ്ണുവിൽ ഭക്തിയുത്കർഷ ഭാവം പ്രാപിച്ച് അദ്ദേഹത്തോട് പിന്നെയും വീണ്ടും ചോദിപ്പാൻ തുടങ്ങി. വൈകുണ്ഠപദപ്രാപ്തി ലഭിച്ച ധ്രുവൻ്റെ ചരിത്രം മൈത്രേയനാൽ ആഖ്യാനം ചെയ്യപ്പെട്ടത് കേട്ട് ഭഗവാങ്കൽ ദൃഢഭക്തിഭാവത്തോടെ വിദുരൻ മൈത്രേയനോട് വീണ്ടും ചോദിക്കുവാൻ തുടങ്ങി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സൂതൻ പറയുകയാണ്, മൈത്രേയൻ ആ വർണ്ണിച്ചതായിരിക്കുന്ന ആ ധ്രുവൻ്റെ വിഷ്ണുപദപ്രാപ്തിയെപ്പറ്റി കേട്ടിട്ട് ആ ഇന്ദ്രിയജ്ഞാനത്തിന് ഉപരിയായിരിക്കുന്ന ആ ഭഗവാനിൽ ഉറച്ച ഭാവത്തോടെ ആ വിദുരർ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു.
ധ്രുവൻ്റെ ചരിത്രത്തോടെ ആ അർത്ഥപ്രകരണം കഴിഞ്ഞു. ഈ സ്കന്ധത്തിൽ 13 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ കാമപ്രകരണം എന്നാണ് അതിന് പറയുക. ആദ്യം വിതുര പ്രശ്നം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം നമുക്ക്. മൈത്രേയൻ വർണ്ണിച്ചതായിരിക്കുന്ന ആ ധ്രുവൻ്റെ ആ ഭഗവത് പ്രാപ്തി കേട്ടപ്പോൾ സർവേന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും അതീതനായിരിക്കുന്ന ആ ശ്രീ ഭഗവാനിൽ പൂർവാധിക ഭക്തിയോടുകൂടിയ വിതുരർ മൈത്രേയരോട് പിന്നെയും ചോദിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ ഏവം പഞ്ചഭിർ അധ്യായൈർ ധ്രുവചര്യാനുവർണിത ധ്രുവചരിതത്തെ വർണ്ണിച്ചു. അതൈകാഷദ്ഭിശ്ചിത്ര പൃഥുചരിത്രമുച്യതേ. അടുത്തതിൽ ഏകാദശാഭിശ്ചിത്രം പൃഥുചരിത്രമുച്യതേ. അപ്പോൾ തത്ര ത്രയോദശോ വക്തും, ആ ത്രയോദശത്തിലെ പൃഥോർജന്മം. അപ്പം ഇനി പൃഥുചരിതമാണ് വർണ്ണിക്കുന്നത്. അതിൽ ത്രയോദശം 13ാമത്തെ അധ്യായത്തിൽ വക്തും പറയുന്നു പൃഥോർജന്മ ധ്രുവാൻവയെ. ആ പൃഥുവിൻ്റെ ജന്മത്തെ പറ്റിയിട്ട് പറയുന്നു. അങ്കോ വേനപിത, അങ്കൻ വേനപിതാവായിരിക്കുന്ന വേനപിതാ പുത്ര ക്രൗര്യാദ്ഗത ഇതീര്യത്തെ. ആ അങ്കൻ്റെ കഥയും ഇതിൽ വർണ്ണിക്കുന്നുണ്ട് അതർത്ഥം. അപ്പോൾ സൂത ഉവാച ഹേ ശൗനകാലയോ ശൗനക മഹർഷേ മൈത്രേയാൽ ധ്രുവചരിതം ശ്രുത്വ. മൈത്രേയനാൽ പറയപ്പെട്ട ധ്രുവചരിതത്തെ കേട്ട് ഭഗവത് ഭക്തിയാ പൂർണ്ണോ, ഭഗവത് ഭക്തി കൊണ്ട് പൂർണ്ണനായിരിക്കുന്ന ആ വിതുരൻ പപ്രച്ഛ വീണ്ടും ചോദിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഹേ ശൗനക മൈത്രേയാ ധ്രുവചരിതം ശ്രുത്വ ഭഗവത് ഭക്തിയാ പൂർണ്ണോ വിതുരഃ പപ്രച്ഛ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. വിതുരനെ എന്താ ചോദിച്ചത് നോക്കാം. വിതുര ഉവാച കേ തേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാൻവവായേ പ്രഖ്യാതാഃ കുത്ര വാ സത്രമാസത. കേ തേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാൻവവായേ പ്രഖ്യാതാഃ കുത്ര വാ സത്രമാസത. അല്ലയോ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനെ, സുവ്രത അനുഷ്ഠിക്കുന്നവനെ, പ്രചേതസ്സുകൾ എന്നു പേരുള്ള അവർ ആരാണ്? പ്രചേതസ്സുകൾ എന്നു പേരുള്ള ആൾക്കാർ ആരാണ് ചോദിക്കുകയാണ്. ആരുടെ സന്താനങ്ങളാണ്? പ്രശസ്തരായിരിക്കുന്ന ആരുടെ വംശത്തിൽ എവിടെ വെച്ച് അവർ സത്രം നടത്തി എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രചേതസ്സുകളുടെ ചരിത്രം ആണ് ഹേ സുവ്രത, അല്ലയോ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനെ, പ്രചേതസഹ നാമ പ്രചേതസ്സുകൾ എന്നു പേരുള്ള തേ അവർ, കേ ആരാണ്, കസ്യ ആരുടെ അപത്യാനി സന്താനങ്ങളാണ്, കേ തേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത അപത്യാനി സന്താനങ്ങളാണ്, പ്രഖ്യാതാഃ കസ്യാൻവവായേ പ്രഖ്യാതാഃ കസ്യ ആരുടെ അന്വവായേ വംശത്തിൽ, ആരുടെ വംശത്തിൽ ജനിച്ചു, കുത്ര വാ എവിടെ വെച്ച്, സത്രമാസത സത്രം നടത്തി എന്നുള്ളതാണ് ചോദ്യം. അതിലത്തെ പദങ്ങളൊന്നും കൂടി നോക്കാം. ഹേ സുവ്രത, അല്ലയോ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനെ, പ്രചേതസോ നാമ പ്രചേതസഹ നാമ
പ്രചേതസ്സുകൾ എന്നു പേരുള്ള തേ അവർ, കേ ആരാണ്, കസ്യ ആരുടെ, അപത്യാനി സന്താനങ്ങളാണ്, പ്രഖ്യാതാഹ പ്രശസ്തരായിരിക്കുന്ന അവർ, കസ്യ ആരുടെ, അന്വവായ വംശത്തിൽ ജനിച്ചു, കുത്ര വാ എവിടെ വെച്ച്, സത്രം സത്രം ആസത നടത്തി, ഇവിടെ വെച്ചാണ് അവർ സത്രം നടത്തിയത് എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ സുവ്രത പ്രചേതസഃ നാമ തേ കേ കസ്യ അപത്യാനി പ്രഖ്യാതാ കസ്യ അന്വവായേ കുത്ര വാ സത്രം ആസത. എന്നുകൂടി പറയാം. ഹേ സുവ്രത പ്രചേതസഃ നാമ തേ കേ കസ്യ അപത്യാനി പ്രഖ്യാതാ കസ്യ അന്വവായേ കുത്ര വാ സത്രം ആസത. അല്ലയോ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനെ, പ്രചേതസ്സുകൾ എന്നു പേരുള്ള അവർ ആരാണ്, ആരുടെ സന്താനങ്ങളാണ്, പ്രശസ്തരായിരിക്കുന്ന അവർ ആരുടെ വംശത്തിൽ ജനിച്ചു, ഇവിടെ വച്ച് സത്രം നടത്തി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. വിതുരർ ചോദിക്കുകയാണ്, ഈ സുവ്രത പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞത് ആരെയാണ്, അവർ ആരുടെ പുത്രന്മാരാണ്, ആരുടെ വംശത്തിലാണ് കീർത്തി കേട്ടിരിക്കുന്നത്, എവിടെയാണ് അവർ സത്രം നടത്തിയത് എന്നുള്ളതാണ് ഇതിലത്തെ ചോദ്യം. 3 ക്വസ്റ്റ്യൻസായിട്ട് ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ദക്ഷകഥ കൊണ്ട് ആ ധർമ്മത്തെയും ധ്രുവചരിതം കൊണ്ട് അർത്ഥത്തെയും വർണ്ണിച്ചു. ധർമ്മം അർത്ഥം എന്നുള്ള 2 ഭാഗങ്ങളാണ്. ഒന്ന് ദക്ഷയാഗം കൊണ്ടും ധ്രുവചരിതം കൊണ്ടും ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ക്രമപ്രാപ്തമായിരിക്കുന്ന കാമം, ധർമ്മം അർത്ഥം. ഇനി കാമത്തിൻ്റെ കഥയാണ്. കാമത്തെ പ്രാപിച്ചുകൊണ്ട് പറയുന്നതാണ് ഈ 11 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന വിഷയം. അതിൽ ആദ്യത്തെ 4 അധ്യായം കൊണ്ട് പൃഥുവിൻ്റെ ജനനം, ഇതിൽ ആദ്യത്തെ 4 അധ്യായം കൊണ്ട് പൃഥുവിൻ്റെ ജനനം, അതിനുള്ള കാരണവും 2 അധ്യായം കൊണ്ട് കാമം സാധിപ്പാൻ വേണ്ടുന്ന സാധന നിരൂപണം, 5 അധ്യായം കൊണ്ട് പൃഥുവിൻ്റെ കാമം സാധിച്ച വിധം, ഇങ്ങനെ 11 അധ്യായം കൊണ്ട് ആ കാമനിരൂപണം ആണ് ഇവിടെ നടത്തുന്നത്, അവസാനിപ്പിക്കുന്നു. അതിൻ്റെ ആ ഉപോദ്ഘാതമായിട്ടാണ് ആ വിതുര പ്രശ്നം ഇവിടെ ആരംഭിക്കുന്നത്. വിതുര ചോദിക്കുകയാണ്, ശ്രീനാരദ മഹർഷി പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് ധ്രുവമാഹാത്മ്യത്തെ ഗാനം ചെയ്യപ്പെട്ടതായി പറഞ്ഞുവല്ലോ. ഇതിൽ പ്രചേതസ്സുകളുടെ സദസ്സിൽ വെച്ചിട്ട് ബ്രാഹ്മണരുടെ അടുത്ത് വെച്ചിട്ട് ധ്രുവചരിതം പറയണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹേ സുവ്രതനായിരിക്കുന്ന മൈത്രേയ മുനേ, അവർ ആരാണ്, ഈ പ്രചേതസ്സുകൾ ആരാണ്, ആരുടെ കുലത്തിൽ പ്രസിദ്ധന്മാരായിട്ടുള്ളവരാണ്, ആരുടെ പുത്രന്മാർ ആണ് ഇവർ, എവിടെയാണ് അവർ സത്രം നടത്തിയത് എന്നുള്ളതാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. വ്യാഖ്യാനത്തിൽ വിതുര ഉവാച ഹേ മൈത്രേയ, അല്ലയോ മൈത്രേയ, തേ പ്രചേതസ, ആ പ്രചേതസ്സുകളെ കേ എവിടെ, കസ്യ ആരുടെ വംശത്തിൽ, ജാതാഹ ജനിച്ചിരിക്കുന്നു, കുത്ര എവിടെ, സത്രമാസത എവിടെയാണ് സത്രം നടത്തിയത്, തേ പ്രചേതസഃ സഹ, തേ പ്രചേതസഃ കേ ആ പ്രചേതസ്സുകൾ കേ ആരാണ്, കസ്യ വംശ ആരുടെ വംശത്തിൽ, ജാതാഹ ജനിച്ചതാണ്, കുത്ര സത്രമാസത എവിടെയാണ് സത്രം നടത്തിയത്. ഇപ്പോൾ വ്യാഖ്യാനം വന്നിട്ട് തേ പ്രചേതസഃ കേ കസ്യ വംശേ ജാതാഹ കുത്ര സത്രം ആസത്തെ ഇതാണ് അതിൽ വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം ഏന പ്രോക്തഃ ക്രിയായോഗഃ പരിചര്യാവിധിർ ഹരേഃ. 3-ാമത്തെ ശ്ലോകം. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം ഏന പ്രോക്തഃ ക്രിയായോഗഃ പരിചര്യാവിധിർ ഹരേ. നാരദ മഹർഷിയെ ആ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ആ മഹാഭാഗവതോത്തമനായിട്ട് ഞാൻ കരുതുന്നു. എന്തെന്നാൽ ആ ശ്രീഹരിയുടെ ആരാധനാ സമ്പ്രദായം അടങ്ങുന്ന ആ കർമ്മപദ്ധതി അദ്ദേഹത്താൽ പറയപ്പെട്ടുവല്ലോ. മന്യേ മഹാഭാഗവതം നാരദം, ആ മഹാഭാഗവതനായിരിക്കുന്ന നാരദനെ ഞാൻ മാനിക്കണു.
ദേവദർശനം എന്ന ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ആളായിട്ട് മാനിക്കുന്നു. യേന പ്രോക്ത അദ്ദേഹത്താൽ പറയപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ക്രിയായോഗം പരിചര്യാവിധിർഹരി ആരാധനാ സമ്പ്രദായം അടങ്ങുന്ന ആ കർമ്മപദ്ധതി അദ്ദേഹത്താൽ പറയപ്പെട്ടുവല്ലോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്ത ക്രിയായോഗ പരിചര്യാവിധിർഹരേ. അപ്പോൾ അതിലത്തെ പദങ്ങൾ നാരദ മഹർഷിയെ, ദേവദർശനം ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച മഹാഭാഗവതോത്തമനായിട്ട് മന്യേ ഞാൻ കരുതുന്നു. യേന എന്തെന്നാൽ ഹരേഹെ ആ ശ്രീഹരിയുടെ പരിചര്യാവിധി ആരാധനാ സമ്പ്രദായം അടങ്ങുന്ന ക്രിയായോഗ കർമ്മപദ്ധതി പ്രോക്ത പറയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ശ്രീഹരിയുടെ ആരാധനാ സമ്പ്രദായങ്ങളായിരിക്കുന്ന കർമ്മ പദ്ധതികളെപ്പറ്റി പറയപ്പെട്ട ആളായതുകൊണ്ട് ആ മഹാഭാഗവതോത്തമനായിരിക്കുന്ന ആ നാരദ മഹർഷിയെ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയവനായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. നാരദ മഹർഷിയെ ദേവദർശനം ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച മഹാഭാഗവതോത്തമനായിട്ട് മന്യേ ഞാൻ കരുതുന്നു. യേന എന്തെന്നാൽ ഹരേഹെ ആ ശ്രീഹരിയുടെ പരിചര്യാവിധി ആരാധനാ സമ്പ്രദായങ്ങൾ അടങ്ങുന്ന ക്രിയായോഗ കർമ്മപദ്ധതി പ്രോക്ത പറയപ്പെട്ടുവല്ലോ. അതിലത്തെ അന്വയം വന്നിട്ട് നാരദം ദേവദർശനം മഹാഭാഗവതം മന്യേ യേന ഹരേഹെ പരിചര്യാവിധി ക്രിയായോഗ പ്രോക്ത. എന്നുകൂടി പറയാം. നാരദം ദേവദർശനം മഹാഭാഗവതം മന്യേ യേന ഹരേഹെ പരിചര്യാവിധി ക്രിയായോഗ പ്രോക്ത. നാരദ മഹർഷിയെ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച മഹാഭാഗവതോത്തമനായിട്ട് ഞാൻ കരുതുന്നു. എന്തെന്നാൽ ആ ശ്രീഹരിയുടെ ആരാധനാ സമ്പ്രദായമടങ്ങുന്ന ആ കർമ്മ പദ്ധതിയെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞുവല്ലോ ആണ് പറയുന്നത്. അപ്പോൾ അല്ലയോ വ്രതാനുഷ്ഠാനങ്ങൾ നന്നായിട്ട് ചെയ്യണ മൈത്രേയ മഹർഷിയെ, ഈ പ്രചേതസ്സുകൾ ആരാണ്? ആരുടെ പുത്രന്മാരാണ്? ഏതു വംശത്തിലാണ് പ്രസിദ്ധരായ അവർ പിറന്നത്? എവിടെയാണ് അവർ സത്രം നടത്തിയത്? ദേവപ്രവരനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ദർശിക്കുന്നവനായിരിക്കുന്ന ആ ശ്രീനാരദ മഹർഷിയെ ഞാൻ ഭാഗവതോത്തമനായിട്ട് പരിഗണിക്കുന്നു. ശ്രീഹരിയെ പൂജിക്കാനുള്ള വിധികളടങ്ങുന്ന നാരദ പഞ്ചരാത്രം എന്ന ക്രിയായോഗ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയാണല്ലോ ആ ദേവർഷിവര്യൻ. അപ്പോൾ നാരദ മഹർഷി ക്രിയായോഗം എന്ന് പറയുന്നത് നാരദ മഹർഷി ഒരു പദ്ധതി നാരദ പഞ്ചരാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പഞ്ചരാത്രം ശ്രീഹരിയെ പൂജിക്കുവാനുള്ള വിധികളടങ്ങുന്ന നാരദ പഞ്ചരാത്രം എന്ന ഗ്രന്ഥം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആണ് നാരായണനെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ആ ശ്രീനാരദ മുനി മഹാനായിരിക്കുന്ന ഭഗവത് ഭക്തൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീഹരിയുടെ പൂജാക്രമത്തെ വിവരിക്കുന്ന ക്രിയായോഗമായിരിക്കുന്ന നാരദ പഞ്ചരാത്രം അതിന് ഉത്തമ ലക്ഷണം ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ആ ഭഗവാനെ സാക്ഷാത്കരിച്ച ആളായിട്ട് കരുതുന്നു. അപ്പോൾ പ്രദേശങ്ങളുടെ കഥാശ്രവണത്തിന് ആഗ്രഹിച്ച ആ ഭഗവൻ മാഹാത്മ്യ വർണ്ണനം അവരുടെ കഥ പ്രസ്താവത്തിൽ ഉണ്ടാകും എന്നുള്ള അഭിപ്രായത്തോടു കൂടെയാണെന്നുള്ള ആ സ്വാഭിപ്രായത്തെ വിതുരർ സൂചിപ്പിക്കുന്നു. പ്രചേതസ്സുകളുടെ സത്രത്തിൽ ശ്രീനാരദമുനി എഴുന്നള്ളിയിരുന്നുവെന്ന് അങ്ങൊന്ന് പറഞ്ഞുവല്ലോ. ശ്രീനാരായണനെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ആ ശ്രീനാരദ മഹർഷി മഹാനായിരിക്കുന്ന ഭഗവത് ഭക്തോത്തമനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീഹരിയെ പൂജിപ്പാനുള്ള ക്രമത്തെ വിധിക്കുന്ന പഞ്ചരാത്രം എന്ന ഗ്രന്ഥം നാരദരുടെ ആ ഹരിഭക്തിയെ പ്രകാശിപ്പിക്കുന്ന ഉത്തമ ലക്ഷ്യം ആണല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. നാരദം മഹാഭാഗവതനായിരിക്കുന്ന നാരദനെ മന്യേ യേന ഞാൻ മാനിക്കുന്നു. യേന ഹരേഹെ അദ്ദേഹം
ഹരിയുടെ പൂജാവിധി പ്രോക്ത. പൂജാവിധികളെ പറ്റിയിട്ട് പറഞ്ഞ ആളായതുകൊണ്ട് നാരദനെ മഹാഭാഗവതനായിട്ട് മാനിക്കണു. നാരദം മഹാഭാഗവതം മന്യേ, നാരദനെ മഹാഭാഗവതനായിട്ട് മാനിക്കണു. ഏന അദ്ദേഹത്താൽ ഹരേഹേ ഹരിയുടെ പൂജാവിധി, അതായത് നാരദ പഞ്ചരാത്രം പ്രോക്ത പറയപ്പെട്ടു. അപ്പോൾ നാരദം മഹാഭാഗവതം മന്യേ ഏന ഹരേഹേ പൂജാവിധി പ്രോക്ത എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 4. സ്വധർമ്മശീലൈ പുരുഷൈർഭഗവാൻ യജ്ഞപൂരുഷഃ യുജ്യമാനോ ഭക്തിമതാ നാരദേനേരിത കില. സ്വധർമ്മശീലൈ പുരുഷൈർഭഗവാൻ യജ്ഞപൂരുഷഃ യുജ്യമാനോ ഭക്തിമതാ നാരദേനേരിത കില. ഭക്തിമാനായിരിക്കുന്ന നാരദനാൽ സ്വധർമ്മനിരതൻ ആയിരിക്കുന്ന ആ ജനങ്ങളാൽ യജ്ഞപുരുഷനായിരിക്കുന്ന ആ ഭഗവാൻ യജിക്കപ്പെടുന്നതായിട്ട് പറയപ്പെട്ടുവല്ലോ എന്നുള്ളതാണ്. സ്വധർമ്മശീലൈ പുരുഷൈർ ഭഗവാൻ യജ്ഞപൂരുഷഃ യുജ്യമാനോ ഭക്തിമത നാരദേനേരിതക്കില. ഭക്തിമത എന്ന് പറഞ്ഞാൽ ഭക്തിമാനായിരിക്കുന്ന നാരദേനേരിത, നാരദനാൽ സ്വധർമ്മശീലൈ സ്വധർമ്മനിരതരായിരിക്കുന്ന ജനങ്ങളാൽ യജ്ഞപുരുഷനായിരിക്കുന്ന ആ ഭഗവാൻ യജിക്കപ്പെടുന്നുവല്ലോ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. സ്വധർമ്മശീലൈ പുരുഷൈർ ഇതായിരിക്കുന്ന പുരുഷന്മാർ ഭഗവാൻ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാനെ യജിക്കുന്നുണ്ട് എന്ന് ഭക്തിമത്താവായിരിക്കുന്ന ഭക്തിമാനായിരിക്കുന്ന നാരദനാൽ പറയപ്പെട്ടുവല്ലോ. നേരിത കില എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത പദങ്ങളെ ഭക്തിമാനായിരിക്കുന്ന നാരദനാൽ സ്വധർമ്മശീലൈ സ്വധർമ്മനിരതരായിരിക്കുന്ന പുരുഷൈഹി ജനങ്ങളാൽ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാനെ യുജ്യമാനഃ യജിക്കപ്പെടുന്നതായിട്ട് ഈരിത കില പറയപ്പെട്ടുവല്ലോ. എന്നുകൂടി പറയാം. ഭക്തിമാനായിരിക്കുന്ന നാരദനാൽ സ്വധർമ്മശീലൈ സ്വധർമ്മനിരതരായ പുരുഷൈഹി ജനങ്ങളാൽ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാൻ യുജ്യമാനഃ യജിക്കപ്പെടുന്നതായിട്ട് ഈരിത കില പറയപ്പെട്ടുവല്ലോ. ഇതിലത്തെ അന്വയം വന്നിട്ട് ഭക്തിമതാ നാരദേന സ്വധർമ്മശീലൈ പുരുഷൈ യജ്ഞപുരുഷഃ ഭഗവാൻ യുജ്യമാനഃ ഈരിത കില. ഭക്തിമതാ നാരദേന സ്വധർമ്മശീലൈ പുരുഷൈ യജ്ഞപുരുഷഃ ഭഗവാൻ യുജ്യമാനഃ ഈരിത കില. ഭക്തിമാനായിരിക്കുന്ന നാരദനാൽ സ്വധർമ്മനിരതരായിരിക്കുന്ന ജനങ്ങളാൽ ആ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാൻ യജിക്കപ്പെടുന്നതായിട്ട് പറയപ്പെട്ടുവല്ലോ. ഇവിടെ സ്വധർമ്മശീലന്മാരായിരിക്കുന്ന പ്രചേതസ്സുകൾ ആ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാനെ ആരാധിച്ച സത്രത്തിൽ ആ ഭക്തിമാനായ നാരദമുനി ഗാനം ചെയ്ത് ഭഗവാനെക്കുറിച്ചുള്ള ആ സ്തുതി, ഭഗവാനെക്കുറിച്ച് നാരദമുനി ഗാനം ചെയ്തത് ആ ഭഗവാനെക്കുറിച്ചുള്ള സ്തുതികളാണല്ലോ. എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. സ്വധർമാനുഷ്ഠാനമുള്ളവരെ ആ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാനെയാണ് ഭക്തിപൂർവ്വം യജിക്കേണ്ടത് എന്നാണല്ലോ നാരദപ്രോക്തമായിരിക്കുന്ന പഞ്ചരാത്രത്തിലെ അടിസ്ഥാന തത്വം. അപ്പോൾ അലയോ ബ്രഹ്മൻ ആ ദേവർഷിയായിരിക്കുന്ന ശ്രീനാരദൻ പ്രചേതസ്സുകളുടെ സത്രത്തിൽ വർണ്ണിച്ച ഭഗവത് കഥകൾ ശ്രദ്ധാലുവായ എനിക്ക് പൂർണ്ണമായും ആഖ്യാനം ചെയ്തു തരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം സ്വധർമ്മത്തെ വിഹിതമായി അനുഷ്ഠിച്ച മഹാന്മാരായിരിക്കുന്ന പ്രചേതസ്സുകൾ സർവകർമ്മ ഫലദാതാവായിരിക്കുന്ന ആ ഭഗവാനെ ആരാധിച്ച സത്രത്തിൽ ഭക്തിമാനായ നാരദമുനി ഗാനം ചെയ്തത് ആ ഭഗവാനെക്കുറിച്ചായിരിക്കുമല്ലോ. അതിനാൽ പ്രചേതസ്സുകളുടെ കഥയിൽ നാരദൻ ചെയ്തതും ഭക്തിയെ പ്രകാശിപ്പിക്കുന്നതുമായിരിക്കുന്ന കീർത്തനങ്ങൾ ഉണ്ടായിരിക്കും എന്ന് സാരം. ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. പ്രചേതോഭി ആ പ്രചേതസ്സുകൾ
പൂജ്യമാനോ പൂജിക്കപ്പെടുന്ന ഭഗവാൻ ആ ഭഗവാൻ നാരദേന വർണ്ണിത ആ നാരദനാൽ വർണ്ണിക്കപ്പെട്ടു എന്നുള്ളതാണ്. പ്രചേതോഭി പ്രചേതസ്സുകൾ പൂജ്യമാനോ കൂടി പൂജ്യമാനായിരിക്കുന്ന ഭഗവാൻ ആ ഭഗവാൻ നാരദേന ഭഗവാനെക്കുറിച്ച് നാരദനും വർണ്ണിത നാരദനും വർണ്ണിക്കണമെന്നർത്ഥം. അപ്പോൾ പ്രചേതോഭി പൂജ്യമാനോ ഭഗവാൻ നാരദേന വർണ്ണിത എന്നുള്ളതാണ് നാലാമത്തെ. അപ്പോൾ ഇനി അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ശ്ലോകത്തിൽ യാസ്താ ദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവൽകഥാ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാസ്നേനാജഷ്ടുമർഹസി. യാസ്താ ദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവൽകഥാ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാസ്നേനാജഷ്ടുമർഹസി. അല്ലയോ ബ്രഹ്മജ്ഞാനിൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നവനെ ആ ശ്രീനാരദനാൽ അവിടെ ഏതെല്ലാം ഭഗവത് കഥകൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടോ ആ കേൾക്കാൻ ഇച്ഛിക്കുന്ന എനിക്ക് അവ മുഴുവനും പറഞ്ഞു തരാൻ അർഹതയുള്ള ആളാണ്. അപ്പോൾ ഹേ ബ്രഹ്മൻ അടുത്ത പദങ്ങൾ അല്ലയോ ബ്രഹ്മജ്ഞാനിൻ ദേവർഷിണ ശ്രീനാരദനാൽ തത്ര അവിടെ യാഹ ഏതെല്ലാം ഭഗവത് കഥകൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടായോ ശുശ്രൂഷവേ കേൾക്കാൻ ഇച്ഛിക്കുന്ന മഹ്യം എനിക്ക് താഹ അവ കാസ്നേന മുഴുവനും ആജഷ്ടും പറഞ്ഞു തരുവാൻ അർഹതയുണ്ട്. എന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മജ്ഞാനിൻ ദേവർഷിണ ശ്രീനാരദനാൽ തത്ര അവിടെ യാഹ ഏതെല്ലാം ഭഗവത് കഥകൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടായോ പ്രജേതസ്സുകളുടെ സഭയിൽ വെച്ചിട്ട് ഏതെല്ലാം കഥകൾ വർണ്ണിച്ചുവോ ശുശ്രൂഷവേ കേൾക്കാനിച്ഛിക്കുന്ന അതൊക്കെ കേൾക്കാനിച്ഛിക്കുന്ന എനിക്ക് താഹ അവ കാസ്നേന മുഴുവനും ആജഷ്ടും പറഞ്ഞു തരുവാൻ അർഹതയുള്ളവനാണ് അർഹിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിലത്തെ അന്വയം വന്നിട്ട് ഹേ ബ്രഹ്മൻ ദേവർഷിണ തത്ര യാ ഭഗവത് കഥാ വർണ്ണിത ശുശ്രൂഷവേ മഹ്യം താ കാസ്നേന ആചഷ്ടും അർഹസി. എന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ ദേവർഷിണ തത്ര യാ ഭഗവത് കഥാ വർണ്ണിത ശുശ്രൂഷവേ മഹ്യം താ കാസ്നേന ആചഷ്ടും അർഹസി. അല്ലയോ ബ്രഹ്മജ്ഞാനിൻ ശ്രീനാരദനാൽ അവിടെ ഏതെല്ലാം ഭഗവത് കഥകൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടായോ അവയൊക്കെ കേൾക്കാനിച്ഛിക്കുന്ന എനിക്ക് അവ മുഴുവനും പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കണമെന്നർത്ഥം. ദേവർഷിയായിരിക്കുന്ന ശ്രീനാരദൻ പ്രജയസ്തുക്കളുടെ സത്തത്തിൽ വർണ്ണിച്ച ഭഗവത് കഥകൾ ശ്രദ്ധാലുവായ എനിക്ക് പൂർണ്ണമായും ആഖ്യാനം ചെയ്തു തരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹേ ബ്രഹ്മജ്ഞ ആ വ്രതത്തിൽ വെച്ച് ദേവർഷിയായ നാരദൻ പറഞ്ഞ ഭഗവത് കഥകൾ ഒന്നും വിടാതെ അങ്ങ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്നോട് പറയണം. അപ്പോൾ ആ സത്രത്തിൽ വെച്ച് ദേവർഷിയായിരിക്കുന്ന ശ്രീനാരദ മുനി പറഞ്ഞ ഭഗവത് കഥകളെ ഒന്നും വിടാതെ മുഴുവനും ബ്രഹ്മജ്ഞനായിരിക്കുന്ന നിന്ദ്രവടി എന്നോട് അരുളി ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൈത്രേയൻ അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തത്ര യജ്ഞേ നാരദേന യാഹ ആ യജ്ഞത്തിൽ വെച്ച് നാരദൻ പറയപ്പെട്ട യാഹ ഭഗവത് കഥ ഏതെല്ലാം ഭഗവത് കഥകളുണ്ടോ വർണ്ണിതാഹത്താഹ വർണ്ണിച്ചിട്ടുണ്ടോ അതെല്ലാം സർവാന്ന കഥയാ എല്ലാം എന്നോട് പറയണം നമ്മോട് പറയണം എന്നർത്ഥം. തത്ര യജ്ഞേ നാരദേന യാഹ ആ യജ്ഞത്തിൽ വെച്ച് നാരദനാൽ പറയപ്പെട്ട യാഹ ഭഗവത് കഥ ഏതെല്ലാം കഥകൾ വർണ്ണിതാഹ വർണ്ണിച്ചിട്ടുണ്ടോ താഹ അതെല്ലാം സർവാനഹ എല്ലാം നമ്മോട് കഥിക്കണം. തത്ര യജ്ഞേ നാരദേന യാഹ ഭഗവത് കഥാ വർണ്ണിതാഹ താഹ സർവാന കഥയ. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത
ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 6-ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച ധ്രുവസ്യ ചോത്കലപുത്രപിതരിപ്രസ്ഥിതേ വനം സാർവഭൗമശ്രിയം നൈച്ഛത് അധിരാജാസനം പിതുഃ. ധ്രുവസ്യ ചോത്കലപുത്രപിതരിപ്രസ്ഥിതേ വനം സാർവഭൗമശ്രിയം നൈച്ഛത് അധിരാജാസനം പിതുഃ. അച്ഛൻ ആ വനത്തിലേക്ക് പോയതിൽ പിന്നെ ആ ധ്രുവന്റെ പുത്രനായിരിക്കുന്ന ആ ഉത്കലൻ അച്ഛൻ്റെ സാമ്രാജ്യലക്ഷ്മിയെയും ആ സാർവഭൗമ പദവിയെയും ഇച്ഛിച്ചില്ല. ധ്രുവസ്യ ചോത്കലഃ, ആ ധ്രുവന്റെ ആ ചോത്കലഃ പുത്രനായിരിക്കുന്ന ഉത്കലൻ, പുത്രഃ പിതരി ആ പിതാവ് പ്രസ്ഥിതേവനം വനത്തിൽ പോയപ്പോൾ സാർവഭൗമശ്രിയം ആ സാർവഭൗമശ്രീ സാമ്രാജ്യലക്ഷ്മിയെയും അധിരാജാസനം ആ സാർവഭൗമ പദവിയെയും നയിച്ചത് ഒട്ടും നയിച്ചതേയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ധ്രുവന്റെ പുത്രനായിരിക്കുന്ന ഉത്കലൻ പിതാവ് ആ വനത്തിൽ പോയതോടു കൂടിയിട്ട് ആ രാജാവിൻ്റേതായിരിക്കുന്ന ആ സാമ്രാജ്യലക്ഷ്മിയെയും ആ രാജസിംഹാസനത്തെയും അവിടുത്തെ ആ ഐശ്വര്യത്തെയും ഒന്നും അദ്ദേഹം ഒട്ടും ഇച്ഛിച്ചില്ല എന്നുള്ളതാണ്. ധ്രുവസ്യ ചോത്കല പുത്ര പിതരിപ്രസ്ഥിതേ വനം സാർവഭൗമശ്രിയം നൈച്ഛത് രാജാസനം പിതുഃ. പിതരി അച്ഛൻ, വനത്തിലേക്ക് പ്രസ്ഥിതേ സതി പോയതിൽ പിന്നെ ധ്രുവസ്യ ആ ധ്രുവന്റെ പുത്രനായിരിക്കുന്ന ഉത്കലൻ പിതുഃ അച്ഛൻ്റെ സാർവഭൗമശ്രിയം സാമ്രാജ്യലക്ഷ്മിയെയും അധിരാജാസനം ച ആ സാർവഭൗമ പദവിയെയും ഇച്ഛിച്ചതേയില്ല. ഒന്നുകൂടി പറയാം. പിതരി അച്ഛൻ, വനത്തിലേക്ക് പ്രസ്ഥിതേ സതി പോയതിൽ പിന്നെ ധ്രുവസ്യ ആ ധ്രുവന്റെ പുത്രനായിരിക്കുന്ന ഉത്കലൻ പിതുഃ അച്ഛൻ്റെ ആ സാർവഭൗമശ്രിയം സാമ്രാജ്യലക്ഷ്മിയെയും അധിരാജാസനം ച ആ സാർവഭൗമ പദവിയെയും ഇച്ഛിച്ചില്ല. അതിൽ അന്വയം വന്നിട്ട് പിതരി വനം പ്രസ്ഥിതേ ധ്രുവസ്യ പുത്രഃ ഉത്കലഃ പിതുഃ സാർവഭൗമശ്രിയം അധിരാജാസനം ഐച്ഛത്. ഒന്നും കൂടി പറയാം. പിതരി വനം പ്രസ്ഥിതേ ധ്രുവസ്യ പുത്രം ഉത്കലഃ പിതുഃ സാർവഭൗമശ്രിയം അധിരാജാസനം ച ഐച്ഛത്. അച്ഛൻ വനത്തിലേക്ക് പോയതിൽ പിന്നെ ആ ധ്രുവന്റെ പുത്രനായിരിക്കുന്ന ഉത്കലൻ അച്ഛൻ്റെ ആ സാമ്രാജ്യലക്ഷ്മിയെയും സാർവഭൗമ പദവിയെയും ഇച്ഛിച്ചില്ല. അപ്പോൾ ഇളയെന്ന വായുപുത്രിയിൽ ധ്രുവനുണ്ടായിരിക്കുന്ന ഉത്കലൻ. ആ ഉത്കലൻ എന്ന് പറയുന്നത് ഇള എന്നുള്ള ആ ഭാര്യയിലുണ്ടായിരിക്കുന്ന ധ്രുവനുണ്ടായിരിക്കുന്ന മകനാണ്. ഇളയെന്ന വായുപുത്രിയാണ് ആ ഇള. വായുപുത്രിയിൽ ധ്രുവനുണ്ടായിരിക്കുന്ന ഉത്കലൻ എന്ന പുത്രൻ ധ്രുവന്റെ ബദര്യാശ്രമ ആഗമനത്തിന് ശേഷം ആ പിതാവിൻ്റെ സാമ്രാജ്യാധിപത്യവും സിംഹാസനവും കാക്ഷിച്ചതേയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം. അപ്പോൾ ഇതിനകത്ത് മൈത്രേയൻ പറയുകയാണ്, ധ്രുവന്റെ പുത്രനായിരിക്കുന്ന ഉത്കലൻ പിതാവ് വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ചക്രവർത്തിയുടെ ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന ആ പിതാവിൻ്റെ സിംഹാസനത്തെ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ധ്രുവസ്യ ചോത്കലപുത്രഃ എന്നുള്ള പ്രചേതസ്സുകളുടെ കുലത്തെ അറിവാൻ ആഗ്രഹിച്ച വിതുരരോട് ധ്രുവന്റെ വംശത്തിൽ ജനിച്ചവർ ആണെന്ന് മാത്രം പറഞ്ഞാൽ മതിയാകുമെങ്കിലും ഭഗവത് ഭക്തിയുടെ ആ മഹാഫലം ആ സംസാര നിവൃത്തിയാണെന്ന് ബോധിപ്പിക്കാൻ ആയിട്ട് പറയുന്നു. ധ്രുവന്റെ ആ മഹാഫലം വംശപരമ്പര പറയുന്നു. ധ്രുവന്റെ പുത്രനായിരിക്കുന്ന ഉത്കലൻ പിതാവ് വാനപ്രസ്ഥൻ ആശ്രമത്തെ സ്വീകരിക്കാൻ ഭാവിച്ചപ്പോൾ ചക്രവർത്തി പദവിയെ പ്രകാശിപ്പിക്കുന്ന പിതാവിൻ്റെ സിംഹാസനത്തെ ആഗ്രഹിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ധ്രുവസ്യേളായാം ജാതഃ, ഇളയിൽ ജനിച്ച ധ്രുവന്റെ ഉത്കലഃ പുത്ര, ഉത്കലൻ എന്ന പുത്രൻ, പിതരി പിതാവ്, വനം ഗതേ വനത്തിൽ പോയപ്പോൾ, രാജ്യം നേച്ചൽ രാജ്യത്തെ ഇച്ഛിച്ചില്ല. ധ്രുവന്റെ വംശപരയിൽപ്പെട്ടിട്ടുള്ള അടുത്ത ആൾക്കാരെ പറയുകയാണ്. ധ്രുവസ്യേടായം ജാതഃ, ധ്രുവസ്യേളായാം ധ്രുവന് ഇളയിൽ ഉണ്ടായിരിക്കുന്ന ജാതഃ പുത്രനായിരിക്കുന്ന ഉത്കലഃ പുത്ര, ഉത്കലൻ എന്ന പുത്രൻ, പിതരി പിതാവ്, വനം ഗതേ വനത്തിൽ പോയപ്പോൾ, രാജ്യം നേച്ചൽ രാജ്യത്തെ ഇച്ഛിച്ചില്ല. അതാണ് അതിലത്തെ വ്യാഖ്യാനം. മൈത്രേയ ഉവാച ധ്രുവസ്യേളായാം ജാതഃ ഉത്കലഃ പുത്രഃ പിതരി വനം ഗതേ രാജ്യം നേച്ചൽ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 7ാമത്തെ. സ ജന്മനോപശാന്താത്മാ നിസ്സംഗഃ സമദർശനഃ ദദർശലോകേ വിദതം ആത്മാനം ലോകമാത്മനി. അയാളെ ജന്മനാൽ തന്നെ നിസ്സംഗനാണ്. സ ജന്മനോപശാന്തേ, ജന്മം കൊണ്ട് തന്നെ ഉപശാന്തമായിരിക്കുന്ന ആത്മാവോട് കൂടിയവനാണ്. നിസ്സംഗൻ, ആസക്തി ഇല്ലാത്തവനാണ്. സമദർശന, സമദർശിത്വം ശീലിച്ചവനാണ്. സമദർശന ആയ അദ്ദേഹം ലോകേ വിതതമാത്മാനും, ലോകത്തിൽ വ്യാപിച്ച ആ ആത്മാവിനെയും, അതുപോലെ ലോകമാത്മനി, ആത്മാവിൽ വ്യാപിച്ച ലോകത്തെയും ദദർശ, മാത്രമാണ് ദർശിച്ചിരുന്നത്. ജന്മനാ തന്നെ സ ജന്മനോപശാന്താത്മാ, ജന്മനാ തന്നെ നിസ്സംഗഃ, ആസക്തിയില്ലാത്തവനും, ഉപശാന്താത്മാ, ശാന്തനും ആയിരിക്കുന്ന അന്ധക്കരണത്തോടു കൂടിയവനും, സമദർശനഃ, സമദർശിയും ആയ സഹ, അദ്ദേഹം, ലോകേ, ലോകത്തിൽ വിതതം, വ്യാപിച്ചതായിരിക്കുന്ന ആത്മാനം, ആത്മാവിനെയും, ആത്മനി, ആത്മാവിൽ വ്യാപിച്ചിരിക്കുന്നതായിരിക്കുന്ന ലോകം, ലോകത്തെയും ദദർശ, ദർശിച്ചു. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ. ജന്മനാൽ തന്നെ, നിസ്സംഗഃ, ആസക്തികളില്ലാത്തവനും, ഉപശാന്താത്മാ, ശാന്തമായിരിക്കുന്ന അന്ധകരണത്തോട് കൂടിയവനും, സമദർശനഃ, സമദർശിത്വം ശീലിച്ചവനും ആയ ആ പുത്രൻ, സഹ, ആ ഉത്കലൻ എന്ന പുത്രൻ അർത്ഥം. ലോകേ, ലോകത്തിൽ വിതതം, വ്യാപിച്ചിരിക്കുന്നതായിരിക്കുന്ന ആത്മാനം, ആത്മാവിനെയും, ആത്മനി, ആത്മാവിൽ വ്യാപിച്ചിരിക്കുന്നതായിരിക്കുന്ന ലോകത്തെയും, ലോകം, ദദർശ, ദർശിച്ചു. തന്വയം വന്നിട്ട് ജന്മനാ നിസ്സംഗഃ ഉപശാന്താത്മാ സമദർശനഃ സഹ ലോകേ വിതതം ആത്മാനം ആത്മനി ലോകം ദദർശ. എന്നുകൂടി പറയാം. ജന്മനാ നിസ്സംഗഃ ഉപശാന്താത്മാ സമദർശനഃ സഹ ലോകേ വിതതം ആത്മാനം ആത്മനി ലോകം ദദർശ. ജന്മനാ തന്നെ ആസക്തികളില്ലാത്തവനും ശാന്തമായ അന്ധകരണത്തോടു കൂടിയവനും സമദർശിയും ആയ അദ്ദേഹം ലോകത്തിൽ വ്യാപിച്ചതായ ആത്മാവിനെയും ആത്മാവിൽ വ്യാപിച്ചിരിക്കുന്ന ലോകത്തെയും ദർശിച്ചു എന്നതാണ് പറയുന്നത്. അപ്പോൾ ജന്മനാ തന്നെ ഉപശാന്തം ആയിരിക്കുന്ന മനസ്സുകൾ ഉള്ള ആ ഉത്കലൻ വിഷയഭോഗങ്ങളിലെ വിരക്തൻ ആയിരുന്നു. ആ സർവാത്മാക്കളിലും സമദർശനം, നിസ്സംഗമായിരുന്ന ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരുന്ന ആത്മാവിനെയും ആത്മാവിൽ ലോകത്തെയും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ പിതാവിൻ്റെ സാമ്രാജ്യാധിപത്യവും സിംഹാസനവും കാക്ഷിച്ചതില്ല. ഉത്കലൻ ആകട്ടെ ജന്മനാശാന്തനായിരുന്നു. അദ്ദേഹം സമദർശിയും യാതൊന്നിലും ആസക്തിയില്ലാത്തവനുമായിരുന്നു. ആത്മാവ് ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചതായും ലോകം മുഴുവൻ തന്നിൽ ഒതുങ്ങിയതായും അദ്ദേഹം ദർശിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ജന്മനാ തന്നെ ഉത്കലൻ വിഷയഭോഗങ്ങളിൽ ഉദാസീനൻ ആയിരുന്നു. അങ്ങനെ അത്യാസക്തി വരാതിരിക്കാനുള്ള ആഗ്രഹം നിമിത്തം സുഖവിഷയങ്ങളുടെ ആ സംസർഗത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. അങ്ങനെ ലോകത്തിൽ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന വസ്തു ഏകമാണെന്നും ആ വിവേകത്താൽ അത് അറിഞ്ഞ് ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ
ലോകത്തെയും ലോകത്തിൽ ആത്മാവിനെയും ജ്ഞാനദൃഷ്ടിയിൽ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം നമ്മൾക്ക്. സ ജന്മനഃ, ആ ഉത്കലൻ ജന്മന ശാന്തോ, ശാന്തനായിരുന്നു, നിസ്സംഗനായിരുന്നു, സമദർശനോ, സമദർശിത്വം ഉള്ളവനായിരുന്നു, ബഭൂവ. ഇത്രേ പറഞ്ഞുള്ളൂ. സഹ ജന്മതഃ ബ്രഹ്മനിഷ്ഠിതവാൻ, ബ്രഹ്മനിഷ്ഠിതൻ ആയിരുന്നു. ബ്രഹ്മനിഷ്ഠിതവാൻ സ ജന്മതഃ, ജനിക്കുമ്പോൾ തന്നെ ശാന്തോ നിസ്സംഗഃ, ശാന്തനും നിസ്സംഗനും, സമദർശനഃ, സമദർശനോ ബഭൂവ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രഹ്മനിഷ്ഠത്വാത് സ ജന്മതഃ ശാന്തോ നിസ്സംഗഃ സമദർശനോ ബഭൂവ എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങളാണ്, 8ഉം 9ഉം ശ്ലോകങ്ങളാണ്. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യമാനന്ദമനുസന്തതം. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യമാനന്ദമനുസന്തതം. അവ്യവച്ഛിന്നയോഗാഗ്നിദഗ്ധകർമ്മമലാശയഃ സ്വരൂപമവരുന്ധാനോ നാത്മാനോന്യം തദൈക്ഷത. അവ്യവച്ഛിന്നയോഗാഗ്നിദഗ്ധകർമ്മമലാശയഃ സ്വരൂപമവരുന്ധാനോ നാത്മനോന്യം തദൈക്ഷത. അപ്പോൾ ആ അവ്യവച്ഛിന്ന യോഗാഗ്നി ദഗ്ധകർമ്മമലാശയഃ, ഇടതടവില്ലാത്ത ആ യോഗാനുഷ്ഠാനമാകുന്ന അഗ്നിയിൽ എരിഞ്ഞ ആ കർമ്മമാലിന്യത്തോടും വാസനയോടും കൂടിയവനായിട്ട്, പ്രത്യസ്തമിത വിഗ്രഹം അസ്തമിച്ച ആ ഭേദഭാവനയോടുകൂടിയതും, ആ കേവല ജ്ഞാനമാകുന്ന ആ രസാനുഭൂതിയുള്ളതും, ആനന്ദമയവും പ്രശാന്തവും ഇടതടവില്ലാതെ നിലകൊള്ളുന്നതുമായിരിക്കുന്ന ആ ബ്രഹ്മം, ആ മൂർത്തിമത്തായിരിക്കുന്ന ആ ആത്മാനം, ആ ആത്മാവാണ് താനെന്ന് ആധരിച്ചുകൊണ്ട് ആത്മനഃ തന്നിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും തന്നെ അപ്പോൾ കണ്ടതേയില്ല. അപ്പം അദ്ദേഹം ആത്മനിഷ്ഠൻ ആയിരുന്നു എന്നർത്ഥം ആ ഉത്കലൻ. അതാണ് അവ്യവച്ഛിന്ന യോഗാഗ്നിദഗ്ധ കർമ്മമലാശയ, ഇടതടവില്ലാത്ത യോഗാനുഷ്ഠാനമാകുന്ന അഗ്നിയിൽ എരിഞ്ഞ കർമ്മമാലിന്യത്തോടും. അപ്പോൾ അദ്ദേഹം ചെയ്ത യോഗാനുഷ്ഠാനങ്ങളുടെ അഗ്നിയിലെ എരിഞ്ഞ കർമ്മമാലിന്യത്തോടും മാലിന്യങ്ങളോടും വാസനകളോടും കൂടിയവനായിട്ട്, പ്രത്യസ്തമിത വിഗ്രഹം അസ്തമിച്ച ഭേദഭാവന, അദ്ദേഹത്തിൻ്റെ ഭേദഭാവനകളൊക്കെ അവിടെ അസ്തമിച്ചിരുന്നു. ഭേദഭാവനകളോട് കൂടിയ അവബോധരസൈകാത്മ്യം, ആ കേവലജ്ഞാനം ആകുന്ന രസൈകാത്മ്യം, കേവലജ്ഞാനമാകുന്ന രസാനുഭൂതിയുള്ള ആളായിരുന്നു. ആനന്ദമയവും നിർവാണം പ്രശാന്തവും അനുസന്തതം ഇടതടവില്ലാതെ നിലകൊള്ളുന്നതും ആയിരിക്കുന്ന ബ്രഹ്മം, ബ്രഹ്മസ്വരൂപം മൂർത്തിമത്താണ്. ബ്രഹ്മം മൂർത്തിമത്തായതാണ് ആത്മാനം താനെന്ന്, മൂർത്തിമത്തായിരിക്കുന്നത് ഒരു അവസ്ഥയാണ് തനിക്കുള്ളതെന്ന് അവരുന്ധാനഃ ധരിച്ചുകൊണ്ട് ആ ആത്മനഃ അതിൽ തന്നെ തന്നിൽ തന്നെ അന്യം വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ തഥാ അപ്പോൾ ഐക്ഷത കണ്ടതേയില്ല. അപ്പോൾ ഇന്നത്തെ പദങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. അവ്യവച്ഛിന്ന യോഗാഗ്നിദഗ്ധകർമ്മമലാശയ, ഇടതടവില്ലാത്ത യോഗാനുഷ്ഠാനമാകുന്ന അഗ്നിയിൽ എരിഞ്ഞ കർമ്മമാലിന്യത്തോടും വാസനയോടും കൂടിയവനായിട്ട്, പ്രത്യസ്തമിത വിഗ്രഹം അസ്തമിച്ച ഭേദഭാവനയോടുകൂടിയതും, അവബോധരസൈകാത്മ്യം കേവലജ്ഞാനമാകുന്ന രസാനുഭൂതിയുള്ളതും, ആനന്ദമയവും നിർവാണം പ്രശാന്തവും അനുസന്തതം ഇടതടവില്ലാതെ നിലകൊള്ളുന്നതുമായിരിക്കുന്ന ബ്രഹ്മം സ്വരൂപം മൂർത്തിമത്തായതാണ് ആത്മാനം താനെന്ന് അവരുന്ധാനഃ ധരിച്ചുകൊണ്ട് ആത്മനഃ തന്നിൽ നിന്ന് അന്യം വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ തഥാ അപ്പോൾ ഐക്ഷത കണ്ടതേ ഇല്ല. ആത്മാനം ബ്രഹ്മനിർവാണം, ആത്മാവ്
പ്രത്യസ്തമിത വിഗ്രഹം. അസ്തമിച്ച ഭേദഭാവനയോട് കൂടിയിരിക്കുന്ന ആള്, ആ ബ്രഹ്മനിഷ്ഠ ആത്മാവിൽ അധിഷ്ഠിതമായിരിക്കുന്ന ആ ബ്രഹ്മബുദ്ധിയുള്ള ആ ഭേദഭാവനകൾ നശിച്ചിരിക്കുന്ന, അതിന് അവബോധരസൈകാത്മ്യം, ആ കേവല ജ്ഞാനം ആകുന്ന ആ രസാനുഭൂതി ഉള്ള ആള്, ആനന്ദിക്കുന്ന ആള്, അനുസന്തതം, എപ്പോഴും ഇടതടവില്ലാതെ ആ ബ്രഹ്മത്തിനെ അനുസന്ധാനം ചെയ്യുന്ന ആള്. അവ്യവച്ഛിന്ന യോഗാഗ്നിദഗ്ധ കർമ്മമലാശയ, ആ യോഗാഗ്നികളിൽ ആ കർമ്മത്തിൽ ഉണ്ടായിരിക്കുന്ന മാലിന്യത്തോടു കൂടിയിട്ടും അലാശയ വാസനകളോട് കൂടിയിട്ടും സ്വരൂപമവരുന്ധാനോ, അതെല്ലാം ചേർന്നിട്ട് മൂർത്തിമത്തായിരിക്കുന്ന സ്വരൂപം ആണ് ആത്മനോന്യം. ആ ആത്മാവാണ്, അത് എന്നിൽ നിന്നും വേറൊന്നല്ല, തതേതായിട്ട് മറ്റൊന്നായിട്ട് കാണുന്നില്ല. അതാണ് ആത്മനോന്യം തദൈക്ഷത എന്നവിടെ പറയണം. അതിലത്തെ പദങ്ങളൊന്നും കൂടി നോക്കിക്കോളൂ. അവ്യവച്ഛിന്ന യോഗാഗ്നിദഗ്ധ കർമ്മമലാശയ, ഇടതടവില്ലാത്ത യോഗാനുഷ്ഠാനമാകുന്ന അഗ്നിയിലെരിഞ്ഞ കർമ്മമാലിന്യത്തോടും വാസനയോടും കൂടിയവനായിട്ട്, പ്രത്യസ്തമിത വിഗ്രഹം, അസ്തമിച്ച ഭേദഭാവനയോട് കൂടിയതും, അവബോധ രസൈകാത്മ്യം, കേവലജ്ഞാനമാകുന്ന രസാനുഭൂതിയുള്ളതും, ആനന്ദം, ആനന്ദമയവും, നിർവ്വാണം, പ്രശാന്തവും, അനുസന്തതം, ഇടതടവില്ലാതെ നിലകൊള്ളുന്നതുമായ ബ്രഹ്മം, സ്വരൂപം, മൂർത്തിമത്തായതാണ് ആത്മാനം, താനെന്ന് അവരുന്ധാന, ധരിച്ചുകൊണ്ട്, ആത്മനഃ, തന്നിൽ നിന്ന് അന്യം, വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ, തഥാ, അപ്പോൾ, ന ഐക്ഷത, കണ്ടതേ ഇല്ല. അപ്പോൾ ഇതിൽ തന്വയം വന്നിട്ട് അവ്യവച്ഛിന്ന യോഗാഗ്നിദഗ്ധ കർമ്മമലാശയ പ്രത്യസ്തമിത വിഗ്രഹം അവബോധ രസൈകാത്മ്യം ആനന്ദം നിർവാണം അനുസന്തതം ബ്രഹ്മസ്വരൂപം ആത്മാനം അവരുന്ധാനഃ ആത്മനഃ അന്യം തദാ ന ഐക്ഷത. എന്നുകൂടി പറയാം. അവ്യവച്ഛിന്ന യോഗാഗ്നിദഗ്ധ കർമ്മമലാശയ പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യം ആനന്ദം നിർവാണം അനുസന്തതം ബ്രഹ്മസ്വരൂപം ആത്മാനം അവരുന്ധാന ആത്മനഃ അന്യം തദാ ന ഐക്ഷത. അതായത് ഇടതടവില്ലാതെ ആ യോഗാനുഷ്ഠാനമാകുന്ന അഗ്നിയിലെരിഞ്ഞ കർമ്മമാലിന്യത്തെയും വാസനയോടും കൂടിയവനായിട്ട് അസ്തമിച്ച ഭേദഭാവനയോട് കൂടിയതും കേവലജ്ഞാനമാകുന്ന രസാനുഭൂതിയുള്ളതും ആനന്ദമയവും പ്രശാന്തവും തടവില്ലാതെ നിലകൊള്ളുന്നതുമായിരിക്കുന്ന ബ്രഹ്മം മൂർത്തിമത്തായതാണ് താനെന്ന് ധരിച്ചുകൊണ്ട് ആ തന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ അപ്പോൾ ന ഐക്ഷത കണ്ടതേ ഇല്ല. നിരന്തരം അനുഷ്ഠിക്കപ്പെട്ട യോഗചര്യയാൽ കർമ്മവാസനയാകുന്ന മാലിന്യം ദഹിപ്പിക്കപ്പെട്ടവനായിരിക്കുന്ന ആ ഉത്കലൻ ആത്മാവിനെ ബ്രഹ്മാനന്ദമായിട്ടും ശരീരസംബന്ധമില്ലാത്തതായിട്ടും ജ്ഞാനമാകുന്ന ഒരേ ഒരു രസത്തോടു കൂടിയതായിട്ടും ദർശിച്ചു. അങ്ങനെയായപ്പോൾ ആത്മസ്വരൂപജ്ഞാനം സിദ്ധിച്ചു. താൻ ആത്മാവിൽ നിന്നും വ്യത്യസ്തനല്ലെന്ന ബോധോദയവും ഉണ്ടായി. അപ്പോൾ നിരന്തരമായിരിക്കുന്ന യോഗാഗ്നിയിൽ ദഹിക്കപ്പെട്ട കർമ്മവാസനയോട് കൂടിയവനായിട്ട് ആ ആത്മാവിനെ ബ്രഹ്മാനന്ദമായിട്ടും അതിന് ശരീരവുമായിട്ട് സംബന്ധമില്ലെന്ന് ഉറച്ചും ആ ജ്ഞാനം ആകുന്ന ആ ഏകരസമായിട്ട് അനുഭവിച്ച് ആ അനുസ്യൂതമായിരിക്കുന്ന ആനന്ദമാണ് തൻ്റെ സ്വരൂപം എന്ന് അനുഭവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ലോകത്തിൽ ആത്മാവിൽ നിന്നും അന്യമായിട്ട് ഒന്നിനെയും അദ്ദേഹം കണ്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ നിരന്തരം അഭ്യസിച്ചിരുന്ന യോഗാഗ്നി നിമിത്തം അന്ധകരണത്തിലുണ്ടായിരുന്ന ആ ജന്മാന്തര കർമ്മവാസനാരൂപമായിരിക്കുന്ന മലം നിശേഷം ദഹിച്ചതുകൊണ്ട് ആണ് ഈ അനുഭവം ഉണ്ടായത്. അപ്പോൾ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതായിട്ട് യാതൊന്നും ഇല്ലെന്ന് അദ്ദേഹം കണ്ടു. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം.
കിംച അല്ല യോഗാഗ്നിന ദഗ്ധ കർമ്മമലാശയ യോഗചര്യകളൊക്കെ ചെയ്തുകൊണ്ട് കർമ്മമാലിന്യങ്ങളൊക്കെ അറ്റ് ആശയ സ്വസ്വരൂപഭൂതം ആ സ്വരൂപത്തിലെ ഭൂതം നിർലിപ്തമായി സ്വരൂപത്തിൽ അടങ്ങിയിരിക്കുന്ന ബ്രഹ്മത്തെ ജാനൻ ആത്മനോന്യം അതിനെ അറിഞ്ഞ് ആത്മാവിൽ നിന്നും അന്യമായിട്ട് നൈക്ഷത ഒന്നും തന്നെ ഇല്ലെന്ന് അദ്ദേഹം ഒന്നും തന്നെ ദർശിച്ചില്ല, മറ്റൊന്നുണ്ടെന്ന് അദ്ദേഹം ദർശിച്ചില്ല എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം, യോഗാഗ്നിന ദഗ്ധ കർമ്മമലാശയ, യോഗാഗ്നി കൊണ്ട് ആ ദഹിച്ചിരിക്കുന്ന ആ കർമ്മ മാലിന്യങ്ങൾ നിന്നും ഉണ്ടായിട്ടുള്ള സ്വരൂപം, ആശയസ്വരൂപം ആയിരിക്കുന്ന ആ ബ്രഹ്മതത്വം അതിൽ നിർലിപ്തമായിട്ട് അതിനെ അറിഞ്ഞിട്ട് ജാനൻ ആത്മനോന്യം ആത്മാവിൽ നിന്നും അന്യമായിട്ട് ഒന്നിനെയും ദർശിച്ചില്ല എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. യോഗാഗ്നിന ദഗ്ധകർമ്മമലാശയ സ്വരൂപഭൂതം കർമ്മമലാശയസ്വരൂപഭൂതം ബ്രഹ്മ ജാനൻ ആത്മനോന്യം നൈഷത. ഒന്നും കൂടി പറയാം, യോഗാഗ്നിന ദഗ്ധകർമ്മമലാശയസ്വരൂപഭൂതം ബ്രഹ്മ ജാനൻ ആത്മനോന്യം നൈക്ഷത എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനമായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.